വെൽക്കം ടു സാറാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോയാലോ. ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജാമാണ്. അത് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണോ? ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 8 പീസ് ബ്രെഡാണ്. ഞാൻ മിൽമയുടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ നെയ്യ്, 2 ടീസ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിനുള്ള 1 കപ്പ് പാൽ. അടുത്തതായി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് പൊടിച്ചെടുക്കാം. പൊടിച്ചു വെച്ച ബ്രെഡിനകത്തോട്ട് ഞാൻ ഈ നെയ്യ്, പാൽപ്പൊടി, പാല് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ പാൽപ്പൊടി ഇടുന്നത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. ഇനി ഞാനിതെല്ലാം കൂടെ കുഴക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാൻ സ്പൂൺ കൊണ്ടാണ് കുഴയ്ക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സൗകര്യമായിട്ട് കൈ കൊണ്ട് കുഴയ്ക്കാം. ഇത് ഞാൻ കുഴച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിനാണ് കുഴയ്ക്കുന്നത്. ഈ പരുവം വേണം. ഇതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനാണെങ്കിലും ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് എണ്ണ ലാഭിക്കണ്ടേ, അതിനായിട്ടാണ് ഞാൻ ചീനച്ചട്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. മുങ്ങാനുള്ള ഓയിൽ മാത്രമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കാം. അത് ഉണ്ണിയപ്പത്തിൻ്റെ അത്രയൊന്നും വേണ്ട, അതിലും ചെറുതായിട്ട്. ഇതുപോലാണ് ബോൾ ഉരുട്ടുന്നത്. ഇതിനകത്ത് വിള്ളലൊന്നും വരാൻ പാടില്ല. ഞാൻ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ തിളച്ച എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടാം. നല്ല പോലെ ബ്രൗൺ കളർ ആകുമ്പോൾ ഇതിനെ എടുക്കണം. നല്ല പരുവമായിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് 1 ഗ്ലാസ് ഷുഗർ എടുത്ത് അത് ക്യാരമൽ ചെയ്യാം. ഞാൻ ഷുഗർ ക്യാരമൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഏലക്ക പൊട്ടിച്ച് ഇതിനകത്തിടുക. ഞാൻ ഇതിനകത്ത് പൊട്ടിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. ഇതിപ്പോ ക്യാരമൽ ചെയ്തു. അപ്പൊ ഈ ബൗൾ നമ്മൾ ഇടുമ്പോൾ ഇത് മുങ്ങാനുള്ള വെള്ളമായിരിക്കും. ഇപ്പോൾ ഈ ബോളുകളെല്ലാം ഈ ക്യാരമൽ സിറപ്പിനകത്ത് മുങ്ങിക്കിടപ്പുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ എടുക്കാൻ. ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാം റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുമ്പോഴേ അവർക്ക് കൊടുക്കണം. അവർ മധുരമുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയ ഗുലാബ് ജാമാണ്. അപ്പൊ എൻ്റെ കൂടെ ഒരു മോളുണ്ട്. മോൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണ്. അടിപൊളി. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരും. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.